നമ്മളെ ഈമാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം. വരുന്ന കോലങ്ങൾ പല കോലത്തിലാണ്. ഇടംബലം ഇബ്ലീസാടുന്നേ, സന്തോഷമാൽ കവി പാടുന്നേ. സഫലമാല നോക്കിയാൽ കാണാം, മരിക്കാൻ കിടക്കുന്ന ആളെ മുമ്പില് അയാളുടെ മരണപ്പെട്ടു പോയ ഉപ്പയുടെ രൂപത്തില് രംഗത്ത് വരും ഇബ്ലീസ് ലഈൻ. എന്നിട്ട് പറയും, മോനെ, നിന്നെ ഞാൻ മദ്രസ പഠിപ്പിച്ച ഉപ്പയാണ്, നിന്നെ ഞാൻ മതം പഠിപ്പിച്ച ഉമ്മയാണ്, നിന്നെ ഞാൻ അലിഫ് പഠിപ്പിച്ച ഉസ്താദാണ്. ഉസ്താദിന്റെ കോലത്തിലും ഉമ്മയുടെ കോലത്തിലും ഉപ്പയുടെ കോലത്തിലുമാണ് മരണശയ്യയിൽ കിടക്കുന്ന ആൾക്കാരെ മുമ്പില് മറ്റാരും കാണാതെ ശൈത്താൻ വെളിവാകുന്നത്. എന്നിട്ട് എന്താ അവൻ പറയുന്നത്? മോനെ, നിന്നെ ഞാൻ പഠിപ്പിച്ചു അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ്. ഞാൻ അങ്ങനെയാ മനസ്സിലാക്കിയത്. മരിച്ചപ്പോഴാണ് ഉപ്പയാകൊണ്ട് എനിക്ക് ബോധ്യമായത്, ഉമ്മയാകൊണ്ട് എനിക്ക് ബോധ്യമായത് അല്ലാഹു ഇസ്നൈനി, അല്ലാഹു രണ്ടുണ്ടെന്ന്. അതുകൊണ്ട് മോനെ, രക്ഷപ്പെടണമെങ്കിൽ ഖുൽ, നീ പറയുക അല്ലാഹു ഇസ്നൈൻ, അല്ലാഹു രണ്ടുണ്ടെന്ന് പറയുക. എപ്പോഴാ പറയുന്നത്? മരിക്കാൻ നേരത്ത് ഉമ്മയുടെ രൂപത്തിൽ വന്നുകൊണ്ടാണ് ഇബ്ലീസ് പറയുന്നത്, ഉപ്പയുടെ രൂപത്തിൽ വന്നുകൊണ്ടാണ് ഇബ്ലീസ് പറയുന്നത്. ഈമാനിന് കുറവ് വന്നവനെങ്ങാനും പറഞ്ഞു പോയാൽ കാഫിറായി ചത്തുപോകും. എത്രത്തോളം നമ്മളെ മുമ്പിൽ മാത്രമാണോ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങളെ മുമ്പിൽ പോലും ശൈത്താൻ വന്നു ഉസ്താദിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരെ രൂപത്തിൽ വന്ന് പറയുന്നു, അല്ലാഹ് രണ്ടുണ്ടെന്ന് പറയണേ, ഈസാ നബി അല്ല, ഈസാ അല്ലാഹുവിന്റെ പുത്രനാണെന്ന് പറയണേ. മരണസമയത്താണ് സംഭവം. ആ ടൈമിൽ മഹാൻ പറയുന്നു, ലാ ഖൂലു ഹക്കദാ, ഞാൻ അങ്ങനെ പറയുകയില്ല, ലാ ഖൂലു ഹക്കദാ, ഞാൻ അങ്ങനെ പറയുകയില്ല. ഇത് ആരുമായിട്ടാണ്? ശൈത്താനുമായിട്ടുള്ള യുദ്ധമാണ്. പക്ഷേ ശൈത്താൻ മറുഭാഗത്തുണ്ടെന്ന് ശിഷ്യന്മാരും നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയില്ല. അവിടെ ഇരിക്കുന്ന ശിഷ്യന്മാരൊക്കെയും പറയുകയാണ് ബഹുമാനപ്പെട്ടവരോട്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉസ്താദേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ എന്ന് ശിഷ്യന്മാര് തഹ്‌ലീൽ ചൊല്ലി കൊടുക്കുമ്പോ ആ ടൈമിലാണ് ഉസ്താദ് പറയുന്നത്, ലാ ഖൂലു ഹക്കദാ, ഞാൻ അങ്ങനെ പറയുകയില്ല. ശിഷ്യന്മാർ വല്ലാതെ പേടിച്ചു പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ല എന്നാരാ പറയുന്നത്? അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളാണ്, ഇമാമുൽ അഅ്ലമാണ് പറയുന്നത്. അവരെ മുമ്പിൽ അങ്ങനെയല്ലേ മനസ്സിലാകുന്നത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, കാരണം കുട്ടികൾക്ക് മനസ്സിലായി ഉസ്താദ് വഫാത്താകാൻ പോവുകയാണ്. അതുകൊണ്ട് അവരതാ ചൊല്ലിക്കൊടുക്കുന്നു, തഹ്‌ലീൽ ചൊല്ലിക്കൊടുക്കുന്നു, അഫ്ദലുൽ ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നു. ഉസ്താദിന്റെ മറുപടി ലാ ഖൂലു ഹക്കദാ, അങ്ങനെ ഞാൻ പറയില്ല എന്നാണ്. ആ കുട്ടികളെല്ലാം ബേജാറായി വിഷമിച്ചു പോയി. ഉസ്താദ് ലോകത്തോട് വിട പറയാൻ പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവഗണിച്ചുകൊണ്ടാണോ, അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ടാണോ? അവർ അതാ വല്ലാതെ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവർക്കും സന്തോഷമായി. അവര് പറയുന്നു, ഉസ്താദ് എത്ര നേരമാ ഞങ്ങൾ പറയുന്നു. ഉസ്താദിന് മറുപടി എന്നാൽ അങ്ങനെ പറയില്ല എന്നാണ്. മക്കളെ, ഞാൻ നിങ്ങളോടല്ല ഞാൻ ആ മറുപടി പറഞ്ഞത്. ശൈത്താൻ എന്റെ ഉമ്മയുടെ രൂപത്തിൽ വന്നു, ഉപ്പയുടെ രൂപത്തിൽ വന്നു, ഉസ്താദന്മാരുടെ രൂപത്തിൽ വന്നു. അല്ലാഹു ഇസ്നൈൻ, അല്ലാഹു രണ്ടുണ്ടെന്ന് പറയാൻ എന്നെ അവൻ നിർബന്ധിച്ചപ്പോ, അവർ ശൈത്താനാണെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ അവനോട് പറഞ്ഞ വാക്കാണ് ലാ ഖൂലു ഹക്കദാ. ഇടംബലം ഇബ്ലീസാടുന്നേ, സന്തോഷമാൽ കവി പാടുന്നേ. നമ്മുടെ ഇടതുഭാഗത്തും ഒന്നും വലതുഭാഗത്തും ഒന്നും ശൈത്താന്റെ രൂപത്തിലല്ല, ഉമ്മയുടെ രൂപത്തിൽ, ഉപ്പയുടെ രൂപത്തിൽ, പ്രിയപ്പെട്ടവരുടെ രൂപത്തിലാണ് വരിക. ഇതുപോലെ ശൈഖിന്റെ പേര് പറഞ്ഞുകൊണ്ട്, തരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മുരീദിന്റെ പേര് പറഞ്ഞുകൊണ്ട്, വലിയ ഹളറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പലരും വന്ന് തോന്നിവാസം പറയുന്ന കാലമാണ്. ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, എന്റെ നഫ്സിനോടും പറയുകയാണ്. നമ്മൾ പഠിച്ചതും
പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ പരിശുദ്ധമായ ഖുർആൻ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളടക്കമുള്ള മഹാന്മാർ ഇസ്തിംബാത്ത് ചെയ്ത പരിശുദ്ധമായ ആ ഫിഖഹിന്റെ മസ്അലകളല്ലാതെ പരിശുദ്ധമായ തഫ്സീറിൽ പറയപ്പെട്ട കാര്യങ്ങളല്ലാതെ ഖുർആൻ നമ്മളെ ധൈര്യപ്പെടുത്തിയ കാര്യങ്ങളല്ലാതെ പുതുതായിട്ട് അതിനെ മാറ്റി വെച്ചുകൊണ്ട് അല്ലാഹ് ഒരു ശൈഖിനെയും ഒരു വലിയനെയും ഒരാളെയും ഒരിക്കലും അല്ലാഹു പ്രത്യേകമായി വഹി അറിയിച്ചുകൊണ്ടോ ഇൽഹാമിലൂടെയോ മുത്ത് നബി തങ്ങൾ പഠിപ്പിച്ച ദീനല്ലാത്ത ഒരു ദീൻ പഠിപ്പിക്കുന്നതല്ല.